അസ്സലാമലൈക്കും. എൻ്റെ പേര് സൽമ എന്നാണ്. ഞാനിങ്ങനെ കിഡ്നി പേഷ്യൻ്റാണ്. അപ്പം എനിക്ക് കിഡ്നി മാറ്റി വെക്കാനാണ് പറയണത്. എൻ്റെ വീട്ടിൽ ജോലിക്ക് പോണ്. അതിനുള്ള വരുമാനമൊന്നും ഞങ്ങൾക്കില്ല. എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങളെല്ലാവരും കൂടി സഹായിക്കണം. ഇത്രയും കാലം ഞങ്ങൾ ഓർഫനേജിലിരുന്ന് വളർന്നിരുന്നത്. നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കണം. എൻ്റെ ഉപ്പ മരിച്ചിട്ട് 15 വർഷമായിക്കണം. ഞങ്ങൾ നോക്കാൻ ഞങ്ങളമ്മ മാത്രമേ ഉള്ളൂ. നിങ്ങളെങ്ങനെയെങ്കിലും സഹായിക്കണം. നിങ്ങളെ സഹായം ഞങ്ങൾക്ക് വേണ്ട. എന്നാലും എനിക്ക് ജീവിക്കാൻ എനിക്ക് കഴിയുള്ളൂ മുന്നോട്ട്. എനിക്ക് പറയാൻ ആരുമില്ല, നിങ്ങളുള്ളൂ. നിങ്ങളെല്ലാവരും കൂടി എന്നെ സഹായിക്കണം. അസ്സലാമലൈക്കും. എനിക്ക് 3 മക്കളാണ്. അപ്പ മരിച്ചിട്ട് 15 വർഷമായി. എനിക്ക് എൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് കിഡ്നി വല്ലായി ഡയാലിസിലാണ്. അവർക്ക് കിഡ്നി മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് വീട്ടു ജോലി ചെയ്ത് ജീവിക്കണ എനിക്ക് വേറെ ഒന്നിനും ഒരു കഴിവില്ല. നല്ലവരായ നിങ്ങൾ വേണം എൻ്റെ കുട്ടീനെ രക്ഷിക്കാൻ. എനിക്ക് നിങ്ങളോട് വേറെ ആരോടും പറയാനില്ല. എന്റെ കുട്ടീനെ ഡയാലിസിൽ നിന്ന് രക്ഷിക്കാനും വേറൊരു മാർഗമില്ല. ചെറുപ്പം തൊട്ടിട്ട് എന്റെ മോൻ LKG മുതൽ ഇവര് 3-ാം ക്ലാസ് മുതൽ 15 വർഷമായി ഭർത്താവ് മരിച്ചിട്ട്. 15 മരിച്ചതിന് ശേഷം അതുവരെ ഇവര് എത്തിങ്ങാനയിലാണ് 3 വളർന്നത്. 3 പഠിച്ചത് അവിടെയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനായി കുട്ടിയുടെ കിഡ്നി നഷ്ടപ്പെട്ടു. ഇപ്പൊ എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നത്? വീട്ടിലെ കാര്യങ്ങൾ നല്ലവരായ ജനങ്ങള്. നിങ്ങൾ എന്ത് ജോലിക്കാ പോണത്? ഞാൻ വീട്ടു ജോലിക്കാ പോയിരുന്നു. വീട്ടു ജോലിയിൽ കിട്ടണതുകൊണ്ട് കുളിഞ്ഞ മരുന്നായിട്ട് അങ്ങനെ പോവായിരുന്നു. ഇപ്പൊ ഒരു മാസത്തിന് കേട്ട് എനിക്കൊരു മാർഗവും ഇല്ലാതായി. പോവാനും കഴിയില്ല. ഡയാലിസ് കാരണം വീട്ടിലാണെങ്കിൽ വേറൊരു മനുഷ്യൻ. ഞാൻ സംസാരിക്കാട്ടോ. അനാഥരായ 3 മക്കളെയും കൊണ്ട് ഈ ഉമ്മ പെടുന്ന കഷ്ടപ്പാട് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ്. കാരണം ഈ 3 മക്കളും ചെറുപ്പം മുതൽ തന്നെ എത്തീങ്കാനയിലാണ്. ഈ എത്തീങ്കാനയിൽ 3 ആളെയും കൊണ്ടാക്കിയിട്ട് സ്കൂൾ അടയ്ക്കുന്ന 2 മാസം ഈ 3 മക്കളെയും കൊണ്ടുവന്ന് അവരുടെ കൂടെ സന്തോഷം കണ്ടെത്തും. വീണ്ടും ഈ മക്കളെ എത്തീങ്കാനയിലേക്ക് തന്നെ പറഞ്ഞുവിടും. അങ്ങനെ മക്കളൊക്കെ വളർന്ന് വലുതായപ്പോ ഈ 3 പേരെയും ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കൂടെ ജീവിതം തുടങ്ങും മുന്നെയാണ് ഈ കുട്ടിക്ക് കിഡ്നി രോഗം പിടിപെട്ടത്. കിഡ്നി രോഗം പിടിപെട്ടതിന് ശേഷം അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടില്ല. അവര് പറഞ്ഞത് വല്ലാത്തൊരവസ്ഥയാണ്. കാരണം വീട്ടിലെ അന്നത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള വീടുകളിൽ പാത്രം കഴുകാൻ പോലും അതുപോലെ തന്നെ പ്രസവം നോക്കാനൊക്കെ പോയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കാർ നിർമ്മിച്ചു കൊടുത്ത വീടും അതുപോലെ തന്നെ ഈ നാട്ടുകാർ കൊടുക്കുന്ന ആ ഒരു ഭക്ഷണവും കൊണ്ട് ജീവിച്ചു പോകുന്ന ഈ ഒരു കുടുംബത്തിന് നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ളതാണ്. കാരണം തികച്ചും അനാഥമായ ജീവിതങ്ങളാണ്. ഈ പ്രായമായ ഈ ഉമ്മയും 2 പെൺകുട്ടികളും ഒരു ആങ്ങളെയുമാണുള്ളത്. ആങ്ങളെ ചെറിയ കുട്ടിയാ, +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബം വേറെ ഉണ്ടാവൂല എന്നുള്ളതാ. അത്രമാത്രം ഈ പാവങ്ങൾ കരഞ്ഞു കേഴുന്നുണ്ട് പടച്ചോനോട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് കരുതിയിട്ട്. കാരണം ഡയാലിസിസ് കണ്ടെത്താൻ വേണ്ടി കയ്യിലും കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു കമ്മല് വരെ പണയപ്പെടുത്തിയിട്ടൊക്കെയാണ് ഇതുവരെ മുന്നോട്ട് പോയത്. ഇനി 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. കിഡ്നി മാറ്റിവെക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപയാണ് അത് മാറ്റിവെക്കണമെങ്കിൽ വേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യം എനിക്കറിയാം. കൊറോണയാണ്, പ്രശ്നങ്ങളൊക്കെയാണ്. എല്ലാവരും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമൊക്കെയാണ്. പക്ഷേ ഈ ഒരു കുടുംബത്തിന് നമ്മളല്ലാതെ വേറെ ആരുമില്ല. അനാഥരായ ഈ 3 മക്കളെയും കൊണ്ട് ഈ ഉമ്മ പെടാപ്പാട് പെടുകയാണ്. നമ്മളല്ലാതെ വേറെ ആരുമില്ല. കഴിയുന്ന ആളുകള് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായമെങ്കിലും കൊടുത്തു കഴിഞ്ഞാല് ഈ മകളുടെ കിഡ്നി മാറ്റിവെക്കാൻ സാധിക്കും. നമ്മളുടെ ഒരു അനുജത്തിയായിട്ട് അതല്ലെങ്കിൽ സ്വന്തം മോളെ പോലെ കണക്കാക്കിയാൽ നമുക്ക് തീർക്കാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അനാഥരായ ഈ 3 മക്കൾക്കും ഈ ഉമ്മാക്കും നമ്മളല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് എല്ലാവരും ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണം. കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യണം. അനാഥരായ ഈ മക്കളുടെ കണ്ണീര് തുടക്കാൻ സാധിച്ചാൽ അതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവർത്തനം. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇവരുടെ അക്കൗണ്ട് നമ്പറും ഇവരുടെ ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.